തമിഴ്നാട്ടിലെ ബി.ജെ.പി നേതാവ് കെ അണ്ണാമലൈ പാർട്ടി വിടുമെന്ന സൂചന. നാളെ ദില്ലിയിൽ ബി.ജെ.പി നേതാക്കളുമായി കൂടിക്കാഴ്ചയുണ്ട്. തമിഴ്നാട്ടിൽ പുതിയ ജനകീയ മുന്നേറ്റത്തിന് തുടക്കമിടാനാണ് നീക്കം. ജന്മദിനമായ ജൂൺ 4-ന് പ്രഖ്യാപനം ഉണ്ടായേക്കും. അണ്ണാമലൈ ദീർഘകാലമായി ബി.ജെ.പി നേതൃത്വവുമായി അകൽച്ചയിലാണ്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, അണ്ണാമലൈ ബി.ജെ.പി വിട്ടിട്ട് എന്താണ് ആലോചിക്കുന്നത്? പുതിയ പാർട്ടിയാണോ ആലോചിക്കുന്നത്? ഇപ്പോൾ അങ്ങനെയെങ്കിൽ ബി.ജെ.പി നേതൃത്വവുമായി അക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താൻ പോകുന്നു എന്നുള്ള വിവരം കൂടി എന്താണ് മനസ്സിലാക്കാനാവുന്നത്? സ്മൃതി പറഞ്ഞതുപോലെ ദീർഘകാലമായി ബി.ജെ.പി നേതൃത്വവുമായി അണ്ണാമലൈ അകൽച്ചയിലാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം കാര്യമായി ബി.ജെ.പിയുമായി സഹകരിച്ചു പോകുന്നതല്ല കണ്ടു വന്നിട്ടുള്ളത്. മാത്രമല്ല, അണ്ണാ DMK-യുമായി വീണ്ടും സഖ്യത്തിലേർപ്പെട്ട് NDA ആയി മത്സരിക്കേണ്ടതില്ല എന്നതായിരുന്നു നിലപാട്. ആ നിലപാടല്ല കേന്ദ്ര നേതൃത്വം എടുത്തത്. പിന്നീട് സഖ്യമായി മത്സരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിലൊക്കെ കടുത്ത അതൃപ്തിയിലുള്ള അണ്ണാമലൈ ഇനി എന്ത് നീക്കത്തിലേക്കാണ് പോകുന്നത് എന്ന ചർച്ചയാണ് തമിഴ്നാട്ടിൽ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അണ്ണാമലൈ ഒരു ജനകീയ മൂവ്മെന്റിന്, ജനകീയ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന രൂപത്തിലുള്ള ഒരു മൂവ്മെന്റ് തുടങ്ങുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതിനുശേഷം പിന്നീട് അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ ഇല്ലയോ എന്നതടക്കമുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. ഏതായാലും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമെല്ലാം അണ്ണാമലയെ ആരാധിക്കുന്നവർ, അണ്ണാമലയുടെ അനുയായികൾ അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഭാരതീയ വെട്ടിക്കഴകം എന്ന പേരിലൊക്കെ പാർട്ടി രൂപീകരിച്ചേക്കുമെന്ന അഭിപ്രായവും ഇക്കിടത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തു സംഭവിക്കുമെന്നറിയില്ല. ജൂൺ 4-ന് 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ അണ്ണാമലയുടെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്ന വിലയിരുത്തലാണ് തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനിടെ നാളെ അണ്ണാമലൈ ദില്ലിയിലേക്ക് എത്തുമെന്നും അമിത്ഷായുമായും നിതിൻ നബീൻ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഏറെക്കുറെ അഭ്യൂഹങ്ങളാണ്. അതേസമയം അണ്ണാമലയുടെ അനുയായികൾ പുതിയ പാർട്ടി രൂപീകരിക്കണമെന്ന ആവശ്യം കടുപ്പിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.